ജീവിതം മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരിക്കൽ ഒരാൾ ഗുരുവിനോട് വന്ന് ചോദിച്ച ചോദ്യമാണ്. ഗുരു അയാളോട് പറഞ്ഞത് 3 സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ്. ഒന്നാമത്തത് ഒരു ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ അയാൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റൽ മുഴുവനായിട്ടും ചുറ്റിക്കണ്ട് അവിടെയുള്ള എല്ലാ രോഗികളെയും കണ്ടിറങ്ങുമ്പോൾ അയാൾക്ക് മനസ്സിലായി, നത്തിങ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെൽത്ത്. ആരോഗ്യത്തെക്കാൾ മനോഹരമായിട്ട് മറ്റൊന്നും തന്നെ ഈ ജീവിതത്തിലില്ല. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അയാൾ ഗുരു പറഞ്ഞ 2ാമത്തെ സ്ഥലമായ ജയിലിലേക്ക് പോയി. ആക്ച്വലി ഫ്രീഡം ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് എന്ന് അയാൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞു. താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് ഗുരു പറഞ്ഞ 3ാമത്തെ സ്ഥലമായ സെമിത്തേരി ലക്ഷ്യമാക്കി അയാൾ നടന്നു. അവിടെ അയാൾ റിയലൈസ് ചെയ്യുകയാണ് ദാറ്റ് ലൈഫ് ഈസ് വർത്ത് നത്തിങ്. ജീവിതം ഒന്നുമല്ല. ദ ഗ്രൗണ്ട് വി വാക്ക് ഓൺ ടുഡേ വിൽ ബി ആർ റൂഫ് ടുമോറോ. നമ്മളിപ്പോൾ ചവിട്ടി നടക്കുന്ന നിലം നാളെ നമ്മുടെ റൂഫ് ടോപ്പ് ആണെന്ന തിരിച്ചറിവ്. ലിവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. യു നെവർ നോ വാട്ട് ടുമോറോ ഹോൾസ്. വളരെ ചിന്തനീയമായ 3 കാര്യങ്ങളടങ്ങുന്ന മഹത്തമായ ഒരു ചിന്തയാണ് നമ്മൾ കേട്ടത്. അതായത് അതിലൊന്ന് പറഞ്ഞത് ഒന്നാമത്തെ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിലാണ്. പൊതുവേ ആരോഗ്യം ഉണ്ടാകുമ്പോൾ ആരോഗ്യത്തിൻ്റെ വില അറിയില്ല. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ശരിക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു അധ്യാപകൻ, ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഇടയ്ക്ക് പറയലുണ്ട്, നിങ്ങൾ ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ, മാക്സിമം 6 മാസം കൂടുമ്പോഴെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് മുഴുവൻ സെഷനിലൂടെ കൂടെ ഒന്ന് ആ ക്യാൻസർ വാർഡ്, ക്യാൻസർ പേഷ്യൻ്റൊക്കെ ഉള്ളിടത്തും അല്ലാത്തതൊക്കെ മൊത്തത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുമായി ഈ ചിന്തയിൽ ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ വാചകം എനിക്ക് ഓർമ്മ വന്നതാണ്. ശരിക്ക് രോഗികളെ സന്ദർശിക്കുക, അതും പല നിലക്കുള്ള അസുഖങ്ങൾ പിടിച്ച, പല കാണാൻ കഴിയാത്ത രൂപത്തിൽ വ്രണം പിടിച്ച് നിൽക്കുന്ന അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാവും. പടച്ചോൻ എനിക്ക് വലിയ അനുഗ്രഹമാണ് നൽകുന്നത് മനസ്സിലാവും. ഇതൊന്നും കാണുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ അതിൻ്റെ ഒരു അനുഗ്രഹം എന്താണ്, അതിൻ്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയില്ല. ഒരു രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ പുണ്യം ഇസ്ലാം വേറെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതിലേക്ക് പോകുന്നതിൻ്റെ മഹത്വം, അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ സംഭവം, അങ്ങനെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന അവസ്ഥ, അതൊക്കെ വേറെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞൊരു കാര്യം ജയിലാണ്. ജയിലുമായി ബന്ധപ്പെട്ടാണ്. നമ്മളിപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലേ, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇനി വേറൊരു സ്ഥലത്ത് പരിപാടി ഉണ്ടെങ്കിൽ അവിടേക്ക് പോകും. അങ്ങനെ നമ്മൾ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്ക് ജയിലുകളിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ അറിയണമെങ്കിൽ ശരിക്ക് ഒരു ജയിലിലെ ആൾക്കാരുടെ അവസ്ഥയെ പറ്റി ശരിക്കും പഠിക്കണം. ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ശരിക്കും ആ ഒരു മതിൽക്കെട്ടിനുള്ളിൽ എന്ത് ചെയ്യാണ്, ചില ആൾക്കാർ മതിൽക്കെട്ടിനുള്ളിൽ വിശാലമായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഉള്ള മതിൽക്കെട്ടിനുള്ളിൽ ഒരു പരിധി ഉണ്ട്. ചില ആൾക്കാർ ചില അഴിക്കുള്ളിൽ മാത്രമായിരിക്കും, ഒരു കോണിക്കൂട് മാത്രം, ആ ഒരു സ്പേസ് അവർക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവും. കുറ്റകൃത്യത്തിൻ്റെ തോതനുസരിച്ചിട്ട്. അതെ. പക്ഷെ ഇപ്പം നമ്മളെ നാട്ടിലെ ജയിലിലൊക്കെ നല്ല സുഖമാണെന്നാണ് തോന്നണേ. അതെ, ചില ആൾക്കാർ പറയലുണ്ട്, ഇനിയിപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അടുത്ത് ഇനി ഒന്ന് പിടിച്ചിട്ട് വേണം, അതിനൊന്ന് കട്ടെടുത്താലോ, ആ രൂപത്തിലൊക്കെ സംസാരം കേൾക്കാറുണ്ട്. കാരണം പൊതുവെ അവിടുത്തെ ജയിൽവാസം, അവിടെ ഭക്ഷണമൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടുന്നൊക്കെയാണ് പലപ്പോഴും കേൾക്കണത്. പക്ഷെ എന്ത് തന്നെ ആയാലും സ്വാതന്ത്ര്യം, ഒരു വ്യക്തിപരമായിട്ട് തനിക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഹനിക്കപ്പെടുന്നുണ്ട്. അതിൽ അത് സംശയമില്ല. ഇനി അവിടെ എത്ര ഭക്ഷണം കൊടുത്താലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും അല്ലേ, ഒരു ജയിൽവാസം എന്നുള്ളത് അത് എന്തായാലും ആ ഫീലിംഗ് അവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ മറ്റൊന്ന്, മനുഷ്യൻ എപ്പോഴും ശരിക്ക് ചിന്തിക്കേണ്ട അല്ലേ, ശരിയായ ജീവിതത്തിൻ്റെ കവാടം എന്നറിയിക്കുന്ന ശരിക്ക് സെമിത്തേരികൾ തന്നെയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ കരഞ്ഞ് താടിരോമങ്ങളൊക്കെ നനഞ്ഞ് കുതിരുമായിരുന്നു എന്നാണ്. അപ്പം എന്താ വെച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ ഖബർ സന്ദർശനം ഇസ്ലാം സുന്നത്താക്കിയിട്ടുണ്ട്. ആ ഖബറാളിയോട് പ്രാർത്ഥിക്കാനും അവിടുത്തെ മണ്ണെടുത്ത് തേക്കാനും അല്ല, മറിച്ച് ആ ഖബറിലുള്ള മയ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി എന്ത് ചെയ്യുക, പാപങ്ങളെ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഓർമ്മ വരാനാണ്. അതെ അതെ. ചിന്തയിൽ പറഞ്ഞ ലാസ്റ്റ് വാക്കി, ഇപ്പം നമ്മൾ ചവിട്ടുന്ന ഈ സ്ഥലങ്ങളൊക്കെ നാളെ നമ്മുടെ എന്താണ് പറയുക, റൂഫായിട്ടും ഇതായിട്ട് മാറും എന്ന് പറഞ്ഞില്ലേ, മേൽക്കൂരായിട്ട് മാറും, സഖഫാവും എന്നുള്ളത് വല്ലാത്തൊരു പ്രയോഗമാണത്. കാരണം നമ്മൾ ഇന്ന് മുകളിൽ ഇങ്ങനെ ബംഗ്ലാവും തറക്കെട്ട് അതിൻ്റെ സ്ക്വയർ ഫീറ്റും പ്ലാനൊക്കെ ഇങ്ങനെ വന്ന് ഉണ്ടാക്കുമ്പോൾ ആ
പിന്നെ കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ ആ വലിയ സുന്ദരമായ ആ വീടിൻ്റെ ആ തറ എവിടെയാണോ ഉണ്ടാക്കിയത് അതിൻ്റെ അടിയിലാണ് ശരിക്കും നമ്മളെ വീട് എന്നുള്ളത് അതാണ്. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഓർക്കണം എന്നുള്ള ആ മരണചിന്ത അല്ലേ. ഫൈനഹ തുദക്കിറക്കുമ്പോൾ ആഖിറ എന്നുണ്ട് അതെ അല്ലേ, പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്നുള്ളത്. ആ ഒരു ബോധ്യം മനുഷ്യർക്ക് ജീവിക്കുമ്പോൾ എപ്പോഴും വേണം എന്നുള്ളതാണ്. അത് ശരിക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു തെറ്റിലേക്ക് വേണ്ട പോലെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അവനെ ഒരു എന്താ പറയുക, ഒരു പരിചയമാണ് ശരിക്കും മരണചിന്ത ഉണ്ടാവുക എന്നുള്ളത്. തീർച്ചയായും നമ്മൾ ശരിക്കും എല്ലാ ദിവസവും നമുക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ് അല്ലേ. അതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ചിലപ്പോൾ ഈ ക്യാൻസർ രോഗികളൊക്കെ നിങ്ങളൊന്ന് ശരിക്ക് സന്ദർശിക്കണം, RCCയിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ചിലർക്ക് പറയാറുണ്ട്. കാരണം ആ ഒരു അവസ്ഥയാണ്, മരണത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചതുപോലെയാണ് ശരിക്കും അവിടെ ചെയ്യുന്നത്. നമുക്കാർക്കും ഫിക്സഡ് അല്ലെങ്കിലും പക്ഷേ ഒരു ഡോക്ടർക്ക് പറയാലോ ഇത്ര ദിവസമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറയാലോ, അല്ലെങ്കിൽ ഇത്ര മാസമേ ഉള്ളൂ. അത് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലല്ലോ. ഓരോ സാഹചര്യവും ഡോക്ടറുടെ അവരോട് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ ശരിക്കും നമ്മൾ കേട്ടിട്ട് ആ വ്യക്തിയുടെ ജീവിത രീതിയാണ് മാറും. ഏറ്റവും മിനിമം തെറ്റിൽ നിന്ന് മാറാനുള്ള ഒരു മനസ്ഥിതി അതിലൂടെയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അല്ലേ.